എല്ലാവർക്കും നമസ്കാരം. 3 മണിക്ക് നമ്മൾ പ്ലാൻ ചെയ്തത് 15 മിനിറ്റ് ലേറ്റാണ്. പക്ഷേ നമ്മുടെ പാനൽ ചർച്ച 1 മണിക്കൂർ, അത് കറക്റ്റ് 1 മണിക്കൂറിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളുടെ സ്റ്റേജിലിരിക്കുന്ന ആരും തന്നെ എന്നെ അറിയില്ലായിരിക്കും. ഇവിടെ ഇരിക്കുന്നവർ മിക്കവരും അറിയാം. ജസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ എം ജോഷി പനാരക്കുന്ന്. വേൾഡ് മലയാളി കൗൺസിലിൽ 15 വർഷമായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പലതവണ സ്വിസ് പ്രൊവിൻസ് പ്രസിഡന്റും അതുപോലെ പലതവണ ചെയർമാനും അതിനുശേഷം റീജിയൻ പ്രസിഡന്റ്, ഇപ്പോൾ ഗ്ലോബൽ വൈസ് പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നു. പേഴ്സണലി ഐ മാരീഡ്. എൻ്റെ വൈഫിയുടെ മുമ്പിലുണ്ട് 2 കുട്ടികൾ. പ്രൊഫഷണൽ IT പ്രൊഫഷണലാണ്. സിസ്റ്റം എഞ്ചിനീയറായിട്ട് 33 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഞാനിപ്പോൾ ഒരു 20 ഇയേഴ്സായിട്ട് മാനേജ്മെൻറ്റ് പോസ്റ്റിൽ IT-യുടെ ഒരു പബ്ലിക് സെക്ടറിൽ, ഗവൺമെൻറ് സെക്ടറിൽ ഒരു സെക്ഷൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ബിസിനസ്, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോപ്പർട്ടീസ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ് ഇൻ സ്വിറ്റ്സർലൻഡ്, നോട്ട് ഇൻ കേരള. അങ്ങനെ എൻ്റെ പ്രൊഫഷനും ബിസിനസ്സും ഫാമിലിയും എല്ലാമായിട്ട് ഒന്നാണ് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ചർച്ച ഹെൽത്ത് ടൂറിസം ഇൻ കേരള. ഈ സബ്ജക്റ്റിനോടാണ് നമ്മളിന്ന് ഡിസ്കഷൻ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് വേണ്ടത് നിങ്ങളുടെ കാഴ്ചപ്പാട്, അതായത് ഹെൽത്ത് ടൂറിസം ഇൻ കേരള ഏത് രീതിയിൽ നമ്മുടെ സമൂഹത്തിന് നമുക്കത് ഉപകരിക്കാൻ പറ്റും. ഇപ്പം വിദേശത്ത് ജീവിക്കുന്ന കുറേ പേരുണ്ട്, നാട്ടിൽ നിന്ന് വന്ന കുറേ പേരുണ്ട്, വേൾഡ് മലയാളി കൗൺസിലിലെ പ്രമുഖ നേതാക്കളുണ്ട്. പലരും പല രാജ്യങ്ങളിൽ ഇവിടെ വന്നവരാണ്. ഞങ്ങൾ വിദേശത്ത് ജീവിക്കുന്നവരുടെയും നിങ്ങൾ നാട്ടിൽ ജീവിക്കുന്നവരുടെയും ഐഡിയ ഇത് രണ്ടും കൂടെ കൂട്ടി വരുമ്പോഴാണ് പലപ്പോഴും പല കാര്യങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു മിക്സ് ആയിട്ടുള്ള ഒരു ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ പറയാം. എല്ലാവർക്കും ആദ്യം ഒരു 3 മിനിറ്റ് വെച്ച സമയം. ആ 3 മിനിറ്റിന് ശേഷം നമ്മുടെ സമയം നമുക്ക് 3 മിനിറ്റ് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫസ്റ്റ് സെഷൻ തീരും. സെക്കൻഡ് സെഷനിൽ നമുക്ക് പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വളരെ ഡീപ്പായിട്ട് സംസാരിക്കുന്ന ആളുകളുള്ളവർക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ഇതിലേക്ക് ചാൻസ് തരാം. കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എനിക്ക് കിട്ടിയൊരു പേരിൻ്റെ ഒരു ലിസ്റ്റ് അനുസരിച്ച് വയ്ക്കുകയാണ്. അതിൻ്റെ ഒരു പ്രൊഫൻസോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. സിജി ജോസ് നമ്മുടെ ബിസിനസ്മാനാണ്. LB ബിസിനസ് ഗ്രൂപ്പിൻ്റെ CEO ആണ്. സിജിയുടെ കാഴ്ചപ്പാടിൽ ഹെൽത്ത് ടൂറിസം കേരള എന്താണെന്നുള്ളത് സിജി എന്താ വിവരിക്കാം. ഇന്നത്തെ വന്നതാണ്. ഓക്കെ, താങ്ക് യു ജോഷി. എന്തായാലും ആദ്യമായിട്ട് കേരളപ്പിറവിയുടെ മംഗളങ്ങൾ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. പാനലിസ്റ്റുകൾക്കും ഇതുപോലെ WMC ഭാരവാഹികൾക്ക്, സെക്രട്ടറി, അതുപോലെ ഗുരു, അതുപോലെ തന്നെ ജോഷി ട്രഷറർ, എൻ്റെ അതുപോലെ തന്നെ ചെയർമാൻ ജിമ്മി, പ്രസിഡന്റ് എബിനിക്സൺ, എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ WMC അംഗങ്ങൾക്കും. ഞാൻ ഒരു LD ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ഞങ്ങൾ ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകളാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് കേരളം ഹെൽത്ത് ടൂറിസം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു സ്റ്റേറ്റാണ്. പ്രത്യേകിച്ച് എല്ലാ തരം ചികിത്സാ സമ്പ്രദായങ്ങളും ഒന്നിച്ചുള്ളൊരു സ്ഥലമാണ്. കാരണം അലോപ്പതി, ആയുർവേദവും ഹോമിയോയും എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചുള്ള സ്ഥലമാണ്. ചാൾസ് രാജകുമാരൻ പോലും കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ വന്നിട്ടാണ് ചികിത്സ തേടിയ അനുഭവമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിദേശീയ രാഷ്ട്രത്തലം ഈ അടുത്ത സമയത്താണ് രാഷ്ട്രത്തലം അവിടെ വന്ന് കേരളത്തിലെ പരമ്പരാഗത ചികിത്സ കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് തന്നെയാണ് മരണപ്പെട്ട ഒരു അദ്ദേഹം സീരിയസ് ആയിട്ടുള്ള സ്റ്റേജിലാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ ഒരു ആയുർവേദം രംഗത്തും അതുപോലെ തന്നെ അലോപ്പതിയാണെങ്കിലും ചികിത്സാ സമ്പ്രദായങ്ങളാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേരളം.
ഞങ്ങളെ ഒരുപാട് ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഈ കേരളത്തിലും ഇന്ത്യയിലും പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളുള്ള വെൽനസ് പ്രോഡക്റ്റുകൾ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. യഥാർത്ഥത്തിൽ പ്രിവെൻഷനാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതിരിക്കാനുള്ള ഒരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നിപ്പോൾ കേരള ഗവൺമെൻറ് വിഷൻ 2031 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഈ വർഷം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഫുഡ് സെക്യൂരിറ്റി ടു ന്യൂട്രീഷണൽ സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷയിൽ നിന്നും പോഷക സുരക്ഷയിലേക്ക് ഒരു കാര്യം അവതരിപ്പിച്ച സമയത്ത് അതിൽ ഞങ്ങളെയും പങ്കാളിയായിട്ട് എന്നെയും ഞങ്ങളുടെ കമ്പനിയും ഗവൺമെൻറ് അതിഥികളായിട്ട് ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ പോയ അഭിപ്രായം വെച്ചത് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് മൂലകങ്ങളുടെ കുറവുണ്ട്. അസുഖമാണ്. 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 ലേഡീസിനെ എടുത്തു കഴിഞ്ഞാൽ 7 പേർക്കും പല കാര്യങ്ങളും കുറവാണ്. പ്രത്യേകിച്ച് കാൽസ്യത്തിൻ്റെ കുറവ്, അതുപോലെ തന്നെ മിനറൽസിൻ്റെ കുറവ് എല്ലാം ഉണ്ട്. രോഗം എന്ന് പറയുന്നത് തന്നെ മൂലകങ്ങളുടെ ഇംബാലൻസ് ആണ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആണ് എന്നൊക്കെ പറയാം. ആയുർവേദവും ലോക്കറിയൊക്കെ പറയും. ആ മൂലകങ്ങളുടെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് തന്നെ ഏതാണ്ട് ഒരു നല്ല കാര്യമാണ്. കൂടാതെ നമ്മുടെ ടൂറിസം എന്ന് പറയുമ്പോൾ ഞാനത് ഓർക്കുന്നൊരു കാര്യം, എൻ്റെ സുഹൃത്തായ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞൊരു കാര്യം മാത്രം പറയാം. അതായത് അദ്ദേഹം സുഖമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, 1 വർഷങ്ങളായി ഞാൻ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയ ആളാണ്. പക്ഷേ എൻ്റെ ഒരു തമാശയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജീവിതകാലം മുഴുവൻ കറുത്ത കൊണ്ടിട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ വെള്ളക്കൊട്ടിട്ട ചിലർക്ക് കൊണ്ടുപോകാൻ തമാശയായിട്ട് ഞാൻ അസുഖം വന്നു കഴിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലൈസ് ആയ സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യമാണ്. അപ്പം അസുഖം വന്ന് ചികിത്സയിലായിരുന്നു. വന്നു കഴിഞ്ഞാൽ ചികിത്സ പറ്റുള്ളൂ. വരുന്നതിനേക്കാൾ മുമ്പുള്ള പ്രിവെൻഷൻ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയിൽ എന്നെക്കാൾ എത്രയോ പ്രഗത്ഭരായ ആളുകൾ ഡോക്ടർ ഉൾപ്പെടെ അല്ല, ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. നമുക്ക് ചർച്ചകളിൽ ഇടയ്ക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. നമുക്കറിയാം ഹെൽത്ത് ടൂറിസം കേരള ആയുർവേദ ഫീൽഡുണ്ട്, ഡെന്റൽ ഫീൽഡുണ്ട്, നല്ല നല്ല സർജിക്കൽ ഫീൽഡുകളുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി ഫീൽഡുകളിൽ നമ്മുടെ ടൂറിസം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. നമുക്കിന്നിവിടെ വന്നിരിക്കുന്ന ഈ ഫീൽഡിൽ തന്നെയുള്ള ഹെൽത്ത് ഫീൽഡിൽ തന്നെയുള്ള ഡോക്ടർ അരുൺ ന്യൂറോ സർജനാണ്. നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഹെൽത്ത് ടൂറിസം കേരളം ഏത് രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം? നമസ്കാരം. ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ എന്നെ ക്ഷണിച്ചത് വളരെയധികം സന്തോഷം. ഈ മനോഹരമായ നാട്ടിൽ എനിക്കും എൻ്റെ വൈഫിനും വരാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പം എൻ്റെ പേര് ഡോക്ടർ അരുൺ. ഞാൻ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ കേരള ന്യൂറോ സൊസൈറ്റിയിലെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. നമ്മുടെ ഹോസ്പിറ്റൽ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30-40% ആൾക്കാർ കേരളത്തിൽ പുറത്തുള്ളവരാണ് ചികിത്സ തേടുന്നത്. പ്രധാനമായും മാൽഡീവ്സും ഗൾഫിൽ നിന്നുള്ള ആൾക്കാർ. അപ്പം നമ്മുടെ കേരള ഒരു മെഡിക്കൽ ഹബ്ബ്. അപ്പം കേരള മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ കുറച്ച് മിസ്നോമറാണ്. കാരണം ചികിത്സയ്ക്ക് വേണ്ടി ആൾക്കാർ ടൂറിസം ആംഗിൾ എത്തില്ല. നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അതൊരു മെഡിക്കൽ ഹബ്ബ്, ഒരു ലോകത്തെ മെഡിക്കൽ ഹബ്ബാകാനുള്ള എല്ലാ പൊട്ടൻഷ്യലും കേരളത്തിലുണ്ട്. അതിന് പ്രധാനമായും 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഏറ്റവും മികച്ചതായ ചികിത്സാ രീതികൾ എന്ത് ചോദിച്ചാലും അതിപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പെൻസ്. നമ്മൾ ലോകമെമ്പാടുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഇവിടെ നമ്മൾ നോക്കിയാലും എക്സ്പെൻസ് വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിൽ ചികിത്സ തേടുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ്. അതുകൊണ്ട് നമ്മുടെ ടാഗ്ലൈൻ തന്നെ ക്വാളിറ്റി മെഡിക്കൽ കെയർ അറ്റ് സബ്സിഡൈസ് റേറ്റ്, അല്ലെങ്കിൽ അറ്റ് ലോ റേറ്റ്. അതാണ് അതിൻ്റെ ഒരു അല്ലെങ്കിൽ അഫോർഡബിൾ റേറ്റ്. അതാണ് നമ്മുടെ ടാഗ്ലൈൻ, സ്റ്റാൻഡേർഡ് മെഡിക്കൽ കെയർ അറ്റ് അഫോർഡബിൾ റേറ്റ്. അപ്പോൾ ആ ഒരു ആയിട്ട് നോക്കുവാണെങ്കിൽ കേരളത്തിൽ നല്ല പൊട്ടൻഷ്യലുണ്ട്. പിന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കേരളത്തിലെ മെഡിക്കൽ ഹബ്ബാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കേരളൈറ്റ്സ് മലയാളികൾ ലോകമെമ്പാടും സ്പ്രെഡാണ്. എവിടെ ചെന്നാലും നമുക്കൊരു മലയാളികളെ കാണാൻ പറ്റും. ഏത് രാജ്യത്ത് ചെന്നാലും
അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ കേരളത്തിനോട് വേണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ കേരള എന്ന് പറഞ്ഞാൽ കേരള എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളയുടെ ഒരു വലിയൊരു അംബാസിഡറായിട്ട് നമുക്ക് കാണാം. കേരള എക്സ് NRX അത് വലിയൊരു ഫോഴ്സ് തന്നെയാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കണക്ടിവിറ്റി ഭയങ്കര എളുപ്പമാണ്. കാരണം അതിന് വലിയൊരു കോസ്റ്റ് ലൈൻ ഉണ്ട്, റോഡുണ്ട്, റെയിലുണ്ട്, 4 ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ എവിടുന്ന് വേണമെങ്കിലും വരാനുള്ള അക്സസിബിലിറ്റി അതിൻ്റെ യാതൊരു പ്രശ്നമില്ല. വേൾഡ് ഓവർ അക്സസിബിലിറ്റി ഭയങ്കര എളുപ്പമാണ് കേരളത്തിൽ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മോഡേൺ മെഡിസിൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. അതുകൂടാതെ തന്നെ ആൾട്ടർനേറ്റീവ് മെഡിസിൻസ്, അതായത് ആയുർവേദ, ഹോമിയോപ്പതി, പിന്നെ അല്ലാത്തുള്ള മറ്റ് പല രീതിയിലുള്ള ചികിത്സകൾ, ഇതെല്ലാം കമ്പൈൻ ചെയ്തുള്ള ചികിത്സ അതിന് ഭയങ്കര ഹ്യൂജ് മാർക്കറ്റാണ്. നമ്മുടെ കേരളത്തിൽ ഫോറിനേഴ്സ് ആണെങ്കിലും ആളുകളാണെങ്കിലും മറ്റേഴ്സാണെങ്കിലും ഇതിനൊക്കെ ഹ്യൂജ് മാർക്കറ്റാണ്. ഇതെല്ലാം ആംഗിളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഒരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ ഹബ്ബായിട്ട് കേരളത്തെ മാറ്റാനായിട്ട് സാധിക്കും. ഇതിനെ ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റിനെ, ജനങ്ങളുടെയും നമ്മുടെ NRIs എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം വേണം. ഇനി നമുക്ക് ഈ ഫീൽഡിൽ ഒരു സോഷ്യൽ വർക്കറായിട്ടുള്ള വ്യക്തി നമുക്ക് കൂടെ ഉണ്ട്. അതുപോലെ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആൻഡ് എന്റർപ്രനർ CK ഇബ്രാഹിം കുട്ടി, ഇബ്രാഹിം കുട്ടി, പ്ലീസ്. നമസ്കാരം. യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ സ്വിറ്റ്സർലാൻഡിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്ന ഈ സൂറിക്കിൽ ഇങ്ങനെ കേരളപ്പിറവി ആഘോഷിക്കുന്ന ഈ ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മളിങ്ങനെ ഹെൽത്ത് ടൂറിസം ഇൻ കേരള എന്ന ഈ വിഷയമായിട്ട് ഒരു പാരൻസ് ചർച്ചയ്ക്ക് വെച്ചതിന് വേൾഡ് മലയാളി കൗൺസിൽ സ്വിറ്റ്സർലാൻഡ് പ്രോവിൻസിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. എനിക്കൊരു റിക്രൂട്ട്മെൻറ്റ് കമ്പനിയുണ്ട്. ഞാൻ അവിടെ മെഡിക്കൽ ഫീൽഡാണ് കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ GCC രാജ്യങ്ങളിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെൻറ്റ് കമ്പനി ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലോബലി മറ്റ് പല രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലം എനിക്ക് തോന്നുന്നത് നമ്മുടെ മാലാഖമാരെന്ന് അറിയപ്പെടുന്നത് നമ്മുടെ നഴ്സുമാരൊക്കെ ഇതിൻ്റെ വേൾഡിലെ നമ്മുടെ ടൂറിസത്തിൻ്റെ അംബാസഡർമാരാക്കിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന സിസ്റ്റങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരുപാട് സാധ്യതകളുണ്ട്. ഞങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റിനൊക്കെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മൾ വ്യാപിച്ച് കിടക്കുകയാണ്. നമ്മുടെ നഴ്സുമാരും പാരാമെഡിക്സും അതേപോലത്തെ ഡോക്ടർമാരും എല്ലാ ആൾക്കാരും അത്ര സാധ്യതകൾ നമ്മൾക്ക് ആ ക്വാളിറ്റി ഇതിലൊക്കെ കാണിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അവരൊക്കെ വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു രാജ്യത്തിന് എന്താണ് മിനിസ്റ്റേബിളിൻ്റെയൊക്കെ നോംസ്, ആ നോംസിന് പ്രകാരം അവർ അത് പ്രിപ്പയർഡ് ആയിട്ട് ആ രാജ്യത്ത് ക്വാളിഫൈഡ് ആയിട്ട് പോകുന്ന നഴ്സുമാരും അതുപോലെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സൊക്കെയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾക്ക് അവരെ അംബാസിഡർമാരാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഒരുപാട് സ്ട്രെങ്ത് പോലെ ഒരുപാട് വീക്ക്നെസ് നമ്മൾക്കുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഒരു പേഷ്യൻ്റ് നമ്മൾക്ക് അങ്ങോട്ട് വരിക എന്നുള്ള അവരുടെ ബൈസ്റ്റാൻഡേഴ്സും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ അഭാവമുണ്ട്. നമുക്ക് നല്ല ഹോട്ടലുകൾ, നല്ല സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ എറണാകുളം മാത്രമാണ് അതിനൊരു കുറച്ചും കൂടി ഒരു ഇത്. നമുക്ക് കോഴിക്കോടേക്ക് വരികയാണ്, നല്ല കണ്ണൂരേക്ക് വരികയാണ്, ട്രിവാൻഡ്രത്തേക്ക് വരികയാണ്, നിങ്ങളൊക്കെ കുറച്ച് പരിമിതികളൊക്കെ നമ്മൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പം ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും നേരത്തെ എൻ്റെ അവതാരകം പറഞ്ഞതുപോലെ നമ്മൾക്ക് ഈ മറ്റ് എല്ലാ മേഖലകളിലേക്കുള്ള ഒരു സമന്വയം നേരത്തെ നമ്മുടെ ഡോക്ടർ സംസാരിച്ചതുപോലെ, ലക്ഷോറിലെ ഡോക്ടർ സംസാരിച്ചതുപോലെ നമുക്ക് ഈ അലോപ്പതി, ആയുർവേദ, എല്ലാ ആയുഷ് മന്ത്രാലയത്തിലും വരുന്ന എല്ലാ അതിൻ്റെയും ഒരു സമന്വയം ആവശ്യമുണ്ട്. ആ സമന്വയമാണ് ലോകത്തെ നമ്മൾ വേറിട്ട് നിർത്തുന്ന ഒരു സാധനമായിട്ട് വരിക. അപ്പം ആയുർവേദത്തിൻ്റെ ഒക്കെ നമ്മൾ ബ്ലേഡ് എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൻ്റെ ഒക്കെ തൊട്ടിൽ എന്ന് പറയുന്നത്, കളിത്തൊട്ടിൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ആയുർവേദം നമ്മൾക്ക്. അപ്പോൾ കേരളം അപ്പം ആ ഒരു ഇതിലേക്കൊക്കെ നമ്മൾ മാറ്റി കംപ്ലീറ്റ് ഒരു സമന്വയ രീതി നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സാധ്യതകൾ കുറച്ചും കൂടി കൂടും. കാരണം ഇപ്പം വേൾഡിലൊക്കെ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് കേരളം. കേരളത്തിൽ നമ്മൾ ഇൻസ്റ്റേഷനുണ്ട്. അതുപോലെ കുറേ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ സാധ്യതകളൊക്കെ ഇത് ചെയ്യാം. പിന്നെ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സൊക്കെ വരുന്ന ആളുകൾക്ക് നമ്മൾ ടൂറിസം മേഖല കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തും. നമ്മളിപ്പോൾ സാധാരണ ടൂറിസം മേഖലയിലൊക്കെ ചെയ്യുന്നത് പോലെ ആ പബ്ലിസിറ്റി, അതുപോലെ നമ്മുടെ ലിറ്ററേച്ചർ മേഖലയിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഇതുപോലെ നമ്മൾ ഈ ഹെൽത്ത് ടൂറിസം അങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഹെൽത്ത് ടൂറിസം
കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും അങ്ങനെ ഉണ്ടെങ്കിൽ. പിന്നെ ഞാൻ നേരത്തെ പാനൽ അവതാരകൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഡെൻറ്റിസ്ട്രി അത് വലിയ സാധ്യതയുള്ള സാധനം. നമുക്കിപ്പം ഒരുപാട് ഇപ്പം കേരളത്തിൻ്റെ ഏറ്റവും നല്ല എല്ലാ മേഖലകളിലും ഇപ്പം അത് ഓർത്തോ പ്രോസ്തോ പെരിയോ പെഡോ എൻഡോ ഓർത്തോളജി ഓറൽ പാത്തോളജി ഇംപ്ലാന്റ് ഡെൻറ്റിസ്ട്രി മാക്സിലോഫേഷ്യൽ സർജറി ഏത് മേഖലയിൽ വേണമെങ്കിലും പ്രഗത്ഭരായ ഡെന്റിസ്റ്റുകളുണ്ട്. ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവായ സാധനവും ഡെന്റിസ്ട്രിയാണ്. അപ്പം നമുക്ക് അവരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, കാരണം മറ്റ് സർജറി പോലും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്തത് കൊണ്ട് അതും ഒരു അനന്ത സാധ്യതയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള. അടുത്തതിൽ കൂടുതൽ സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഹോസ്പിറ്റൽസ് ഫീൽഡിൽ തന്നെയുള്ള വ്യക്തി ഇവിടെയുണ്ട്, നജീബ് കറുവത്തുകുഴി. നജീബിൻ്റെ അഭിപ്രായത്തിൽ ഹെൽത്ത് സെക്ടർ, ടൂറിസം എല്ലാം ഏതൊരു രീതിയിലാണ് നജീബിൻ്റെ ഒരു കാഴ്ചപ്പാട്? താങ്ക് യു മിസ്റ്റർ ജോഷി, താങ്ക് യു റൈസ്. എൻ്റെ പേര് നജീബ് കറുവത്തുകുഴി. ഞാൻ ഓർക്കിഡ് ഹോസ്പിറ്റലിൻ്റെ എ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് 5 ഹോസ്പിറ്റൽസ് ഉണ്ട്, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ആൻഡ് വൺ ഓഫ് ദി ന്യൂ ഫെസിലിറ്റി ഒരു ഹെൽത്ത് കെയർ ടൗൺഷിപ്പ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ ഓപ്പൺ ആകുന്നുണ്ട്. അതിന് ഇനിഷ്യൽ സ്റ്റേജസ് കഴിഞ്ഞു, അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. വിതിൻ 5 years ടൈം ഒരു 5 ഫേസായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഹെൽത്ത് കെയർ ടൗൺഷിപ്പാണ്. അത് ഇസ് 250 bed hospital, is a multi-specialty hospital, and 100 bed mother and child, and 1100 കുട്ടികൾക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ അക്കാഡമി, ആൻഡ് ഒരു റിട്ടയർമെൻറ്റ് റിസോർട്ട്, പിന്നെ അനുബന്ധികമായിട്ട് വരുന്ന ബാക്കി ഫെസിലിറ്റീസ് എല്ലാം, ഒരു അപ്പാർട്ട്മെൻറ്റ്സ്, പിന്നെ ഫുഡ് സെൻറ്റർ, ഫുഡ് കോർട്ട്, സ്പോർട്സ് സെൻറ്റർ, അതുപോലുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു 11 ഏക്കർ 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയയിൽ ചെയ്യുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ക്യാൻ യു ഹെൽപ്പ് എന്ന് പറയുന്ന പ്രോജക്റ്റാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റിലേറ്റഡ് ടു ദി മെഡിക്കൽ ടൂറിസം ഓർ ആസ് ദ ഹെൽത്ത് ടൂറിസം, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ US ഒരു TPR, ഒരു നമ്മളിപ്പോൾ എല്ലാവരും മെഡിക്കൽ ഫീൽഡിൽ തന്നെ മിക്കാറുള്ളതായതുകൊണ്ട് TPR ഒരു മുട്ടുമാറ്റിൻ്റെ ശസ്ത്രക്രിയ നമ്മളവിടെ ചാർജ് ചെയ്യുന്നത്, ഞങ്ങൾ ചാർജ് ചെയ്തത് ഒരു സിംഗിൾ ആണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ, ഒരു ബൈലാറ്ററൽ ആണെങ്കിൽ ഓൾമോസ്റ്റ് 4 lakhs എന്നുള്ള രീതിയിലാണ്. അപ്പോൾ US തന്നെ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 4 ലക്ഷം ആളുകൾ ഓൺ ക്യൂ ആണ് ഈ മുട്ടുമാറ്റി ശസ്ത്രക്രിയയിൽ. NHSന്റെ കാര്യം പറയണം, ഇന്ത്യയുടെ കാര്യം പറയുകയാണ്. ആ ഫെസിലിറ്റി അവിടെ കവർ ചെയ്തത് $50,000 ആണ്. $50,000. ഓക്കെ, ഒരു ബയലാറ്ററൽ TPR ചെയ്യുന്നത്. അത് നമ്മളിവിടെ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്, 4 ലക്ഷം രൂപ. സോ അപ്പം നമ്മളൊരു ന്യൂയോർക്കിൽ നിന്ന് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരുന്നതിന് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് സാധാരണ ചാർജ്, പ്ലസ് ഓർ മൈനസ് ഉണ്ടാവുക. അത് അയാൾ വരുന്നു, ഒരു ബൈസ്റ്റാൻഡർ വരുന്നു, സോ ടോക്കിംഗ് അബൌട്ട് 3 lakhs. തിരിച്ചു പോകുന്നു 3 lakhs, 6 രൂപ. ഒരു 10 ദിവസം, നമ്മളൊരു 10 ദിവസം എടുക്കുക, 2 ദിവസം 3 ദിവസമൊക്കെ മതി, എന്നാൽ കൂടി 10 ദിവസം എടുത്തു കഴിഞ്ഞാലും പിന്നെ ഒരു 3 രൂപ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈ TPR ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 ലക്ഷവും പിന്നെ ഒരു സൈറ്റ് സീയിങ്ങും ഫുഡും എല്ലാം കൂടെ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് വരുന്നത് 15 ലക്ഷം രൂപയാണ്. ഒരാളും അയാളുടെ ബൈസ്റ്റാൻഡർ നാട്ടിൽ വന്ന് ഇത് ചെയ്ത് ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞ് ഒരു 3-6 കുമരവും എല്ലാം കറങ്ങി തിരിഞ്ഞ് അയാൾ തിരിച്ച് ന്യൂയോർക്കിൽ എത്താൻ വരുന്ന കോസ്റ്റ് പറഞ്ഞാൽ 15 to 16 lakhs ആണ്. അറ്റ് ദി സെയിം ടൈം അവരവിടെ സ്പെൻഡ് ചെയ്യേണ്ടത്, അവരവിടെ ചെയ്യുകയാണെങ്കിൽ ലോങ് പീരിയഡ് പ്ലസ് $50,000, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 50 lakhs. അപ്പോൾ ഈ 50 lakhs നമ്മളെ 15 ലക്ഷം വെച്ചുമ്പോൾ അവർ സേവ് ചെയ്യുന്നത്, അവരുടെ ഇൻഷുറൻസ് കാർഡിൽ അവർ സേവ് ചെയ്യുന്നത് 35 lakhs ആണ്. സോ ഓൾമോസ്റ്റ് 1/3 ആണ് നമുക്ക്. അപ്പോൾ ഇന്ത്യയിൽ ഈ 1/3 വരുമ്പോൾ നമ്മളെ കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴേ ഈ ഏരിയകളൊക്കെ നിൽക്കുന്നത് നമ്മളെ തുർക്കിയാണ്, അതുപോലെ ജോർദാൻ നിൽക്കുന്നുണ്ട്. അവരാണ് കുറച്ചുകൂടി ലോവർ ലെവലിൽ കൊടുക്കുന്ന ആളുകൾ. പക്ഷെ തുർക്കി അപേക്ഷിച്ചിട്ടും നമ്മൾ അതിനേക്കാൾ വളരെ ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത്.
ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് വളരെയധികം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് വീക്കിൽ നമുക്കൊരു CA കേസ്, കാർട്ടൂണിൽ നിന്ന് CA കേസ് ഉണ്ട്. നെക്സ്റ്റ് ഡേ വി ഗോട്ട് ദി വിസ. നെക്സ്റ്റ് ഡേ നമ്മൾ വിളിച്ചു, നെക്സ്റ്റ് ഡേ പ്രോസസ് വിസ നമ്മൾ അവരെയും കൂടെ ട്രാൻസ്പോർട്ട് ചെയ്തു. പക്ഷെ നമുക്ക് ഇപ്പോഴുള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കണക്ടിവിറ്റിയും ഡൽഹിയും ബോംബെ ആണ് മെയിൻ ആയിട്ടുള്ള കണക്ടിവിറ്റി. നമ്മൾ അവിടെ നിന്ന് നമ്മൾ കോയമ്പത്തൂർക്കോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എയർപോർട്ടിലേക്ക്, തിരുവനന്തപുരം എയർപോർട്ടിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനല്ല ബുദ്ധിമുട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള കുറച്ചൊരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ലക്ഷങ്ങളെ സംബന്ധിച്ച് ആ ഒരു ഇഷ്യൂ ഇല്ല, ബിക്കോസ് യു ആർ ഇൻ കൊച്ചിൻ എയർപോർട്ട്. ഞങ്ങളെ സംബന്ധിച്ച് വി ആർ ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പോൾ കൊണ്ടോട്ടി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വരുന്നത് വളരെ ഒരു കൺസേൺ ആണ്. ഇപ്പം ഞങ്ങൾ പുതിയ പ്രൊജക്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഒരു ഹെലികോപ്റ്റർ കമ്പനിയുമായിട്ടുള്ള ടൈപ്പ് ആയിരിക്കുന്നു. അതിനകത്ത് 3+1 ചാർജ് ചെയ്യുന്നത് 1 ലക്ഷം രൂപയാണ് ഒരു മണിക്കൂറിന് ചാർജ് ചെയ്യുന്നത്. അത് 5+1 ആണെങ്കിൽ 2 ലക്ഷം രൂപ. അതും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ചീപ്പ്. സാർ പറഞ്ഞതുപോലെ നമ്മുടെ റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ റിസോഴ്സിനെ നമ്മൾ എങ്ങനെ ഒരു ബിസിനസ് മേഖലയിൽ ആക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി ആലോചിക്കുന്നത്. അത് എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ചാൻസ് ഫോർ ദ മെഡിക്കൽ ടൂറിസം ഓവർ ദേർ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. നമ്മളിപ്പോൾ പലരും നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരെ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. നമ്മൾ വിദേശത്ത് ജീവിക്കുന്നവർ അവരുടെ അഭിപ്രായം കേൾക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഗ്ലോബൽ ചെയർമാൻ ശ്രീ തോമസ് മുട്ടക്കലിൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഈ വർഷം കൂടെ ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ, ഈ കേരളപ്പിറവിയുടെ ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഈ മെഡിക്കൽ ടൂറിസത്തെ പറ്റി സംസാരിക്കാൻ ആദ്യം നാട്ടിൽ നിന്നുള്ള എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് ഒരു വിദേശത്തെ പെർസ്പെക്റ്റീവ് പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഋഷി ഇവരെ ആവശ്യപ്പെട്ടപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇതേപ്പറ്റി പറ്റിയപ്പോൾ ആദ്യം അതിൻ്റെ സാധ്യതകളെ പറ്റി ഡോക്ടർ നജീബൊക്കെ പറഞ്ഞു. സോ അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചോദ്യം, നമ്മുടെ ഈ സാധ്യതകളെ ചലഞ്ചസ് എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ അതിൻ്റെ വിശ്വാസത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ചോദ്യം, ഈ മലയാളികളുടെ എല്ലാവരെയും അധിപനായ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയുടെ ചീഫ്, ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ ബയോക്ലിനിക്കിലുണ്ടാകും. അപ്പോൾ അത് അവരുടെ പേഴ്സണൽ കാര്യമാണെന്നൊക്കെ പറയാം. പക്ഷേ ഒരു ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഹോൾ സ്റ്റേറ്റിനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോലും വിശ്വാസം ഇല്ലാത്ത ഒരു മെഡിക്കൽ സിസ്റ്റമാണോ കേരളത്തിലുള്ളത്? ആണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമതിപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ സുധാകരൻ, അദ്ദേഹത്തിന് അടുത്ത കാലത്ത് അസുഖങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം അതും മയോക്ലിനിക്കില്ലേ. അപ്പം ഈ മയോക്ലിനിക്കിൽ ഇല്ലാത്ത അല്ലെ ഉള്ള കാര്യങ്ങൾ കേരളത്തിലില്ലേ? അപ്പോൾ അതിനകത്തൊരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യം പൊളിറ്റിക്കലായിരിക്കാം, ആ ചോദ്യം മെഡിക്കലായിരിക്കാം, മറ്റു വിഷയങ്ങളായിരിക്കാം. പക്ഷേ അത് കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട്, ഒരു നാണക്കേടായിട്ട് ഇരിക്കുകയാണ്. കാരണം സിസ്റ്റം ദാറ്റ് യുവർ ഓൺ ചീഫ് മിനിസ്റ്റർ ഡസൻറ്റ് ബിലീവ് ഇൻ ആൻഡ് യു ആർ പ്രൊമോട്ടിങ് ഇൻ ടു ഫോറിൻ കൺട്രീസ്. ഞാനതിനെ നെഗറ്റീവായിട്ട് കാണുന്നില്ല, ഞാനതിൻ്റെ വേറൊരു വശം പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ലൈക്ക് ഇപ്പം നജീബ് പറഞ്ഞ മാതിരി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി കോസ്റ്റ് യു നോട്ട് മച്ച്. പക്ഷേ അതിൻ്റെ മറ്റ് സൈഡിലെ കാര്യങ്ങളും കൂടെ നമ്മൾ ആലോചിക്കണം. കൂടുതൽ കാര്യങ്ങൾ നാട്ടിൽ വന്നവരിൽ നിന്ന് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സമ്മറൈസ് ചെയ്ത് ഞാൻ പറഞ്ഞോളാം. താങ്ക് യു. താങ്ക് യു തോമസ് മുട്ടയ്ക്കൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ മിക്കവർക്കും അറിയാം, ശ്രീ മുട്ടയ്ക്കലിനെ എല്ലാവർക്കും അറിയാം. പക്ഷേ സ്റ്റേജിലുള്ളവർക്ക് പലർക്കും അറിയില്ല. 2019 ഞാൻ പ്രൊവിൻസ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ആദ്യമായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ കേരളപ്പിറവിക്ക് ഈ സംബന്ധിക്കാൻ വന്ന തോമസ് മുട്ടയ്ക്കൽ അന്ന് മുതൽ ഇന്ന് 2025 വരെ എല്ലാ കേരളപ്പിറവിക്കും ഇവിടെ ഞങ്ങളുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ ഉണ്ട്. പ്രത്യേകം താങ്ക്സ് തോമസ് മുട്ടയ്ക്കൽ. നമ്മളിപ്പോൾ പല മെഡിക്കൽ ഫീൽഡ്, ഹോസ്പിറ്റല്, ഡോക്ടർ, ഇങ്ങനെയുള്ള പലരെയും കേട്ടു. നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഫീൽഡിലുള്ള ഒരാളെ നമുക്ക് കേൾക്കാം.
മനോജ് മുള്ളത്ത്, MD ഓഫ് കാപ്രിയൻ മൈൻഡ് ഫ്രെയിം, കാപ്രികോൺ മൈൻഡ് ഫ്രെയിം ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. മനോജ് ഈ ഹെൽത്ത് ടൂറിസം ഏത് രീതിയിൽ വീക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികളോട് എന്നെ ഇവിടെ ക്ഷണിച്ച് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്, സാർ പറഞ്ഞ പോലെ ഐ എം ദി MD ആൻഡ് ഫൗണ്ടർ ഓഫ് കാപ്രിക്കോൺ മൈൻഡ് ഫ്രെയിം. ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഫേമാണ്. 2009 സ്റ്റാർട്ട് ചെയ്ത ഫേമാണ്. 16 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ we manage roughly about 140 million francs, equivalent of people's money. അതിലൊരു 27% വരെ NRIസിൻ്റെയും OCI കാർഡ് ഹോൾഡേഴ്സിൻ്റെയും PRസിൻ്റെയും ഓവർസീസ് സിറ്റിസൻസിൻ്റെയും പൈസയാണ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രഗത്ഭരായി ഹെൽത്ത് കെയർ സെക്ടറിൽ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളപ്പോൾ തന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ പറയാനുണ്ട്. കേരളത്തിൽ എങ്ങനെ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം എന്നിരിക്കെ നമ്മൾ ആദ്യം ഇന്ത്യയിലോട്ടുള്ള ഇന്ത്യൻ ഫോറിൻ ഇൻഫ്ലോസ് എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ വരുമാനം GDP എന്നാണ് നമ്മൾ പറയുക, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇപ്പോൾ GDP എന്താണ്? Gross domestic product is the sum total of revenues that the government of India makes. അല്ലെങ്കിൽ എല്ലാതരം സെക്ടേഴ്സിൽ നിന്നും, അതുപോലെ ഫോറിൻ ഇൻഫ്ലോസിൽ നിന്നും, NRIs അയക്കുന്ന പൈസയിൽ നിന്നും ഒക്കെ സം ടോട്ടലായിട്ട് കിട്ടുന്ന ഒരു ഫണ്ടിനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ മെഡിക്കൽ ആസ് എൻ ഇൻഡസ്ട്രി, മെഡിക്കൽ ടൂറിസം, അല്ലെങ്കിൽ ഫാർമ മാനുഫാക്ചറിങ് കമ്പനീസ്, ഫാർമ എനേബിളേഴ്സ്, മെഡിക്കൽ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സ്, ഈ കമ്പനീസ് ഒക്കെ തന്നെ ഈ $4.3 ട്രില്യൺ ആണ് ഇന്ത്യയുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് 8.25% മാത്രമേ ഉള്ളൂ ആസ് വി സ്പീക്ക് ടുഡേ. സോ ഓൺ $4.3 ട്രില്യൺ വി ആർ ടോക്കിംഗ് $35 ബില്യൺ. അതിൽ 11% കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇന്ന്. സോ $3.7 ബില്യൺ ഉള്ളൂ ഇന്ന് ഇന്ത്യയിലോട്ട് വിദേശ മലയാളികളും അല്ലാതെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന കമ്പനീസിൻ്റെ ഒരു GDPയുടെ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഹെൽത്ത് കെയർ. അത് മതിയോ എന്നുള്ളൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇന്ത്യ ഹാസ് എ പോപ്പുലേഷൻ ഓഫ് 1.48 ബില്യൺ പീപ്പിൾ. 148 കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. വൈൽ കോവിഡിനെ ഏറ്റവും നന്നായിട്ട് ഫൈറ്റ് ചെയ്ത രാജ്യം ഇന്ത്യ ആണെങ്കിൽ തന്നെ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക പിന്നോക്കമായിട്ട് കണ്ടത് ഇന്ത്യൻ സൊസൈറ്റി തന്നെയാണ്. കാരണം വി ഡിഡ്ന്റ് ഹാവ് മച്ച് ഓഫ് ബെഡ്സ് ടു ഓഫർ ഇൻ എ ഹോസ്പിറ്റൽ. മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും വളരെ കുറവൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഇത്രയും സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യത്ത് കേരളമാണ് അതിന് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുള്ളത് ഒരു എന്താ പറയുക, ഇൻ കമ്പാരിസൺ ദാറ്റ്സ് എ ഫാക്ട്. പക്ഷെ അത് മതിയോ എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ നോക്കേണ്ടത് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ആവാൻ ഫണ്ട്സിന് കുറവൊന്നും ഇല്ല. കാരണം നമ്മൾ ഇന്ത്യയിലോട്ട് വരുന്ന ഫോറക്സ്, നമ്മുടെ ഈ ഒരു ക്രൗഡിലുള്ളവരും ഈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് നമ്മളെല്ലാവരും നാട്ടിലോട്ട് അയക്കുന്ന ഫണ്ടിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 37% ഓഫ് ദ ടോട്ടൽ ഫോറക്സ് റിസർവ്സ് ഇന്ത്യക്ക് വരുന്നത് കേരളത്തിലോട്ടാണ്. 37%. So I can be plus 3% here and there wrong, but 2024 figures 37% ഒരു രാജ്യത്തിൻ്റെ ടോട്ടലായിട്ട് ഫോറക്സ് വരുന്നത് പ്രത്യേകിച്ചും FDI ആയിട്ടും അല്ലാതെ വരുന്നത് കേരളത്തിലോട്ടാണ്. അപ്പോൾ പക്ഷേ എന്നാൽ കേരളത്തിൻ്റെ GDP എന്താണ്? കേരളത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്താണ്? 3.25 കോടി ആൾക്കാർ. ആൻഡ് കേരളത്തിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ദ കൺട്രീസ് GDP എത്രയാണ്? അത് വെറും 7%. സോ എഫക്റ്റീവ്ലി മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കാര്യമായിട്ട് വളരാനുണ്ട്. നമുക്ക് ഉള്ള നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അംഗീകൃതമായ ഹോസ്പിറ്റൽസ് 1740 താഴെയാണ്. റഫ്ലി 1720 to 1740 ഹോസ്പിറ്റൽസ്. ഇവിടെ എല്ലാം തന്നെ എത്ര ബെഡ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്.
മോഡേൺ മെഡിസിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആദ്യം സംസാരിച്ച് റെസ്പെക്റ്റഡ് പാനലിസ്റ്റ് പറയുണ്ടായി, റഫ്ലി അബൌട്ട് 40% of the patients to Lakeshore Hospital come from Maldives and the UAE, which is quite wonderful. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും അവിടെയൊക്കെ ഇതേപോലെ ഈ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മോശമാണ് എന്നുള്ളതാണ്. ഇറ്റ് ഇസ് എക്സ്ട്രീംലി എക്സ്പെൻസീവ്. ദ റെസ്പെക്റ്റഡ് പാനലിസ്റ്റ് ഹിയർ ഓൾസോ മെൻഷൻ എത്രയോ പേർക്ക് അവർ ഫെസിലിറ്റീസ് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വി ടോക്കിംഗ് അബൌട്ട് ജോർഡൻ ആൻഡ് ടർക്കി. അവിടെ ചീപ്പാണ് എന്നുള്ളത് കൊണ്ട് അവിടെ കൂടുതൽ പോകാതിരിക്കുന്നുമില്ല, എന്നാൽ ഇന്ത്യ എക്സ്പെൻസീവ് ആണെന്നുള്ളത് വരാതിരിക്കുന്നുമില്ല. ബട്ട് ഇന്ത്യ ഡെഫിനറ്റ്ലി ഓഫേഴ്സ് വൺ മോർ തിങ്, മെഡിക്കൽ ടൂറിസം. ഒന്ന്, മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പോരാ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിലോട്ട് ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ ഇന്ത്യയും കൂടെ കാണാൻ കുറച്ചും കൂടെ ഒരു മനസ്സിനും ഒക്കെ ഒരു സമാധാനം കിട്ടും, സന്തോഷം കിട്ടും എന്നുള്ളൊരു കമ്പൈൻഡ് എഫേർട്ടിലാണ് ട്രീറ്റ്മെൻറ്റിന് പലവരും വരുന്നത്. എത്രയോ പേര് നമുക്കറിയാം. അപ്പോൾ ഞാൻ ലേക്ഷോറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആസ്റ്റർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, വൺ ഓഫ് ദി ലാർജർ ഹോസ്പിറ്റൽസ് ദേ ഓൾസോ ബെനിഫിറ്റ്സ് ഹ്യൂജ്ലി ഫ്രം മെഡിക്കൽ ടൂറിസം ആൻഡ് പേഷ്യൻസ് കമ്മിങ് ഇൻ ദേ. അപ്പോൾ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് ഫൈൻ നമ്പേഴ്സാണ്, ആൻഡ് ഐ സ്പെഷ്യലൈസ് ഇൻ നമ്പേഴ്സ്. അപ്പോൾ വൈൽ ഐ വിൽ അഗ്രി, ഐ വിൽ ഓൾസോ അഗ്രി ടു ഡിസഗ്രി ഓൺ സം കം. ഇപ്പോൾ കേരളം എത്രയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരളം നമുക്കൊക്കെ അറിയാം, ഇറ്റ്സ് ദ ഗോഡ്സ് ഓൺ കൺട്രി. നമ്മുടെ ഇവിടെയുള്ളവർ എത്രയോ പേര് കേരളത്തിനെയൊക്കെ വല്ലാണ്ട് സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും. ആൻഡ് നമ്മുടെ നാടാണ്. ആൻഡ് സോ കേരള ഡിസേർവ്സ് മച്ച് മോർ. ലോട്ട് ഓഫ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ can actually help Kerala come on top of the charts as well as the country is concerned. And ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ ഒരു നല്ലൊരു കാര്യം കൂടെ പറയാനുള്ള, സന്തോഷമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടുഡേ വി ഹാവ് ഇറാഡിക്കേറ്റഡ് പോവർട്ടി. അപ്പോൾ ഈ കേരള is the first state in the country to eradicate poverty, which is a great news. And 2021 കുടുംബശ്രീയും ബാക്കിയുള്ള യൂണിറ്റ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് 62,000 പേരാണ് ഓർഗനൈസ്ഡ് പോവർട്ടിയുടെ കീഴിൽ, അതായത് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ഇരുന്ന വ്യക്തികളുടെ എണ്ണം 62,000 പേരായിരുന്നു 2021. ഇന്ന് കേരള സംസ്ഥാന സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നത് വി ഹാവ് ഇറാഡിക്കേറ്റഡ് ദാറ്റ് എന്നുള്ളതാണ്, which is a great happy thing for all of us, അല്ലേ? So poverty is also connected to healthcare and multiple other things. So right from the best hospital to the simple clinic available in a town panchayat should be able to offer affordable solutions. Healthcare ആ ഒരു ആംഗിളാണ് നമ്മൾ ഓർക്കേണ്ടത്. ആൻഡ് ക്യാപ്രിക്കോൺ മൈൻഡ് ഫ്രെയിം റൺ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് 10-23 വർഷമായിട്ട് ഫണ്ട് മാനേജ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാനേജ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോ ഐ ക്യാൻ പ്രൗഡ്ലി സേ 170 സ്റ്റോക്സ് ഫാർമ, ഹെൽത്ത് കെയർ, മെഡിക്കൽ സപ്ലൈസ് ആൻഡ് മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്. ആൻഡ് ഐ എം ഹാപ്പി ടു ടെൽ യു, 16 വർഷമായിട്ട് ഞാൻ ഹെൽത്ത് കെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോസ് എനിക്ക് 28% ഒരു വർഷം ഡെലിവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ എത്ര കമ്പനീസ് കേരള ബേസ്ഡ് ആണ് എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇസ് ഓൾ ദ മണി ഗോയിങ് ടു കേരള? നോ, ആൻസർ ഇസ് ഓൺലി 7%. സോ കേരളത്തിൽ ചെയ്യാൻ വലിയൊരു റോളുണ്ട്. ആൻഡ് ഓവർ ദ കോഴ്സ് ഓഫ് ദ കോൺവെർസേഷൻ വി ക്യാൻ ഹാവ് എ ലാർജർ ഡിസ്കഷൻ. താങ്ക് യു. മനോജ്. നല്ലൊരു തോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഹെൽത്ത് ടൂറിസത്തിൽ വിദേശികളായ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള നല്ല ചാൻസാണ്. അടുത്തത് നമ്മുടെ ഒരു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ റോജേഴ്സ് സെബാസ്റ്റ്യൻ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നു. അടുത്ത് നമുക്ക് ഡോക്ടറുടെ അഭിപ്രായം കേൾക്കാം. ഏത് രീതിയിലാണ് നമുക്ക് ടൂറിസം, ഹെൽത്ത് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? താങ്ക് യു. ആദ്യമായിട്ട് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ ഒരു പുതിയൊരു പിറവി, മലയാള പിറവി ദിവസത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിലും ഇങ്ങനെയൊരു പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിലും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. എൻ്റെ പേര് ഡോക്ടർ റോജേഴ്സ് സെബാസ്റ്റ്യൻ. ഞാൻ കാർഡിയോളജിസ്റ്റാണ്. അതേപോലെ തന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓഫ് ഫാത്തിമ ഹൃദയാലയ, അതേപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ ഓഫ് SR ഹെൽത്ത് കെയർ. സോ ഹെൽത്ത് ടൂറിസം ഇൻ കേരള ഞാൻ 2 ആസ്പെക്റ്റിലാണ് കാണുന്നത്. ഐ തിങ്ക് അതിൻ്റെ ഫസ്റ്റ് ആസ്പെക്റ്റിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഇപ്പം എല്ലാവരും സംസാരിച്ചു. ദിസ് മെഡിക്കൽ ഹബ്. മെഡിക്കൽ ഹബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു കം ദെയർ, യു ടേക്ക് ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് യു ഗോ ബാക്ക്.
അതോടെ അത് കഴിഞ്ഞു. അതിന് വേറൊരു ആസ്പെക്റ്റ് കൂടിയുണ്ട്, ഒരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഫോർ പേഷ്യൻസ് ഫോർ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള പേഷ്യൻസ് who should be hospitalized for long term, അതായത് ഒരു 1 month or 2 months അല്ലെങ്കിൽ 3 months ഒക്കെ റീഹാബിലിറ്റേഷൻ ആവശ്യമുള്ള പേഷ്യൻസ്. അതേപോലെ തന്നെ ജിറിയാട്രിക് പേഷ്യൻസ്. Geriatrics also, I think, is one of the areas which should be included in health tourism. കാരണം I think ഇപ്പം പറയുകയാണെങ്കിൽ I know ഒത്തിരി NRIs after retirement they want to come back to Kerala. പക്ഷെ കേരളത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരും നോക്കും. അതേപോലെ തന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ, ഹെൽത്തും അതേപോലെ തന്നെ ഡേ ടു ഡേ ആരെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഫ്രണ്ടിലുള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വലിയൊരു ഓപ്പണിംഗ് നമുക്ക് കേരളത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് റിട്ടയർമെൻറ്റ് ലൈഫ് ഇൻ കേരള ഫോർ NRIs. സോ അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഐ എം ബേസിക് ഫ്രം വയനാട്. അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ ഹബ്ബായിട്ട് നമുക്ക് മാറ്റാൻ ഒരിക്കലും പറ്റത്തില്ല. ബിക്കോസ് യു ഡോണ്ട് ഹാവ് ദ കണക്ടിവിറ്റി. അതേപോലെ തന്നെ നമ്മൾ എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്തുള്ള ഒരു മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ യു ഡോണ്ട് ഹാവ് ഇറ്റ്. പക്ഷെ അവിടെ നമുക്കുള്ളത് ടൂറിസം ആസ്പെക്ട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ലോങ് ടേം ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട പേഷ്യൻസിനും അതേപോലെ തന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് അതും നമുക്ക് ഈ മെഡിക്കൽ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വലിയൊരു ഓപ്പണിംഗ് നമുക്ക് കേരളത്തിൽ കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. വിൽ കം ടു തിയേറ്റർ. താങ്ക് യു ഡോക്ടർ റോജേഷ്. അടുത്തത് ജിനു ജോസഫ്. ജിനു ജോസഫ് ഫ്രൂട്ട്സ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. JKH ഗ്രൂപ്പിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഫ്രൂട്ട്സ് നമ്മൾ രോഗികളൊക്കെ ആയിട്ട് നാട്ടിൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടൊക്കെ നാട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പോഷകാഹാരങ്ങൾ തരുന്ന കമ്പനിയുടെ ഡയറക്ടറാണ് ജിനു ജോസഫ്. താങ്ക് യു മിസ്റ്റർ ജോഷി. മിസ്റ്റർ ജോഷി പറഞ്ഞ പോലെ എൻ്റെ പേര് ജിനു ജോസഫ് എന്നാണ്. ഞാൻ ഏതാണ്ട് ഒരു 30 years ആയിട്ട് സൗത്ത് ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലും ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലും വർക്ക് ചെയ്ത് കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 12 years ആയിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് കൺസൾട്ടൻസി നടത്തുന്നു. ആസ് ഓഫ് നൗ ഞാൻ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ അതൊരു ടോട്ടലി ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് മിസ്റ്റർ ജോഷി പറഞ്ഞ പോലെ ഒരു ഫ്രൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും ഞാൻ സംസാരിക്കാൻ പോകണമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ബിക്കോസ് ഞാൻ മിസ്റ്റർ ഇബ്രാഹിം കുട്ടി തുടങ്ങിയിട്ട് മിസ്റ്റർ നജീബ്, ദെൻ നമ്മുടെ ഫ്രണ്ട് ഡോക്ടർ കാർഡിയോളജിസ്റ്റ്, ദെൻ മിസ്റ്റർ മനോജ്, ഈ 4 പേരുടെ പോയിന്റ്സ് മാത്രമേ ഞാൻ കേൾക്കാൻ പറ്റുള്ളൂ. അൺഫോർച്യുനേറ്റ്ലി വാസ് ബിറ്റ് ലേറ്റ്. സോ എൻ്റെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഞാൻ പറയുന്ന ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരെല്ലാവരും പറഞ്ഞത്, എസ്പെഷ്യലി ലാസ്റ്റ് സെഷൻ ഡോക്ടർ കാർഡിയോളജിസ്റ്റിനെയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സർജറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മേ ബി ഒരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മുടെ കേരളയിൽ എത്തുന്ന ഒരു ഫോർമർ പേഷ്യൻ്റ് ഡെഫിനറ്റ്ലി ഒരു റീഹാബിലിറ്റേഷൻ പീരീഡ്. ആ റീഹാബിലിറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഞാൻ കാണുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. ബിക്കോസ് ഈ റീഹാബിലിറ്റേഷൻ പീരീഡിൽ നമ്മൾക്ക് കുറേയേറെ വെൽനസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് നമ്മൾക്ക് ആ ഒരു പർട്ടിക്കുലർ നീഷ് മാർക്കറ്റിലേക്ക് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പലതരത്തിലുള്ള, ഓഫ്കോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെയുള്ള ഒരു ജെറിയാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അടക്കം പലതരത്തിലുള്ള പെയിൻസിനുള്ള അല്ലെങ്കിൽ റിലീഫിനുള്ള ഓയിൽസ്, ഹെയർ കെയർ പ്രോഡക്ട്സ്, സ്കിൻ കെയർ പ്രോഡക്ട്സ്, ബ്യൂട്ടി കെയർ പ്രോഡക്ട്സ് ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ള ഒരു കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്താണ് നമ്മളുടെ ആയുർവേദം. അപ്പം നമ്മളിപ്പോഴും ആ ഒരു ആയുർവേദത്തിൻ്റെ പോസിബിലിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. അപ്പോൾ ഇതിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില സെഗ്മെൻറ്റിൽ ഹൈലി നീഷ് നേച്ചറിലുള്ള കുറച്ച് പ്രോഡക്ട്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മാർക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്.
അതിലിപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന എല്ലാ തരത്തിലുള്ള സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ ഇതൊരു റീഹാബിലിറ്റേഷൻ പീരീഡിൽ നമുക്ക് നന്നായിട്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് എനിക്കൊരു 30 വർഷം മുമ്പ് ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം പെട്ടെന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യും. കാരണം ഇതിൽ നമ്മളെല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് ആയുർവേദിക് അല്ലെങ്കിൽ പ്രീമിയം പ്രോഡക്ട്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റുകളുടെ ഇൻഗ്രീഡിയൻസ് എത്രത്തോളം, ബിക്കോസ് ഐ തിങ്ക് നജീബ് കരത്തോഴി അവർക്കൊരു വലിയൊരു ആയുർവേദിക് സെക്ടർ തന്നെ വലിയൊരു ഡിപ്പാർട്ട്മെന്റ്. ഈ പ്രോഡക്ട്സുകളുടെ ഇൻഗ്രീഡിയൻസ് ഇവർ ഉപയോഗിക്കുന്ന ഇതിൻ്റെ എത്രത്തോളം ഇത് ഓതൻറ്റിസിറ്റി ഉണ്ട്, ജെന്യൂനിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിയാം. നമ്മളൊരു പ്രോഡക്റ്റ് കാണുന്നു, നമ്മളിപ്പോഴും പറയുന്നു ഒരു ലീഡിങ് ബ്രാൻഡാണ് കേരളത്തിലെ ആയുർവേദത്തിൽ ഏറ്റവും നല്ലതെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ പെട്ടെന്ന് പറയാം. ഞാൻ അന്ന് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇത് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഒരു ശവനപ്രാശത്തിൻ്റെ ഒരു റീജിയണൽ സെയിൽസ് മാനേജർ വളരെ യാദൃശ്യമായിട്ട് ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പം ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു, നിങ്ങളുടെ ചെവിനപ്രാശം, അപ്പോൾ ചെവിനപ്രാശം നോർമലുണ്ട്, ഗോൾഡ് ഉണ്ട്, ഭയങ്കരമായിട്ട് ബ്രാൻഡ് ചെയ്യാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. സോ ഏതായാലും ഏറ്റവും കൂടുതൽ കിട്ടും. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ അമലയാണ്, നെല്ലിക്കയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി നിങ്ങൾ നെല്ലിക്ക പ്രിപ്പയർ ചെയ്തത്? അപ്പം എൻ്റെ മനസ്സിൽ വേറൊരു പോയിന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് ചോദിക്കും. അതായത് ഈ നെല്ലിക്ക നമ്മൾ ഈ ചവനപ്രാശം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര അവേഴ്സിനകത്ത് അത് മുന്നോട്ട്, അതിന് നേരെയുള്ള അവേഴ്സ് ആണെങ്കിൽ അത് കറുത്ത തുണിയിൽ പൊരിഞ്ഞ് സൂക്ഷിക്കണമെന്നാണ് അഷ്ടാംഗ ഹൃദയപ്രകാരമുള്ള വിധി പറയും. ഇത് ശരിക്കുള്ള അഷ്ടാംഗ ഹൃദയപ്രകാരമുള്ള വിധി പ്രകാരം ചവനപ്രാശം ഉണ്ടാക്കുന്ന രീതിയെ പറ്റി ആ പ്രായത്തിൽ എനിക്കൊരു ചെറിയ നോളജ് എടുക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു. എടുത്ത വയലെ നമ്മുടെ കോട്ടയം ഭാഷ പറഞ്ഞ് എടുത്ത വയലെ അദ്ദേഹത്തിൻ്റെ ഉത്തരം, ഞങ്ങൾക്ക് ഡ്രൈ ആംല ധാരാളമായിട്ട് ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടാനാണ്. അപ്പം ഞാൻ അന്ന് സഡനായിട്ട് ഷോക്കായി. അത് വളരെ ചെറിയ പ്രായമായി, എനിക്കൊരു 20 years പ്ലസ് ഉള്ളൂ. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല, മനസ്സിൽ വെച്ചു. അതിനുശേഷം പിന്നീടുള്ള കരിയറിൽ പലപ്പോഴും ഇതിങ്ങനെ ഈ ഒരു പല ടൈപ്പ് പ്രോഡക്ട്സ് വരും. ഇതിൻ്റെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ പറ്റിയുള്ള ഒരു ഓതൻറ്റിസിറ്റി എപ്പോഴും മനസ്സിലൊരു സൈഡിലുണ്ടാകും. അപ്പം അത് വെച്ച് ഞാൻ പറയുകയാണ്, നമ്മൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞ ഒരു നീഷ് സെഗ്മെന്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചില പ്രോഡക്ട്സ്, ഇത് എപ്പോഴും ഒരു പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ആയിട്ട്, OTC ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് വിത്തൗട്ട് എനി പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടർ അരുണൻ ഇവിടെ ഇരിപ്പുണ്ട്, സോറി ടു സേ, ബട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മളൊരു OTC പോലെ തന്നെ വിൽക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റിൽ വളരെയേറെ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഉപയോഗിക്കപ്പെടേണ്ട ഇൻഗ്രീഡിയൻസിൽ പലതും നമ്മളുടെ ആയുർവേദിക് ലീവ്സും ഹെർബൽസും അതിൻ്റെ റൂട്ട്സും കാര്യങ്ങളും. അപ്പോൾ ഇതിൽ ഒരു മിക്സ് ഓഫ് ആയുർവേദിക് പ്ലാന്റ്സിൻ്റെ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സെഗ്മെന്റ് ഓഫ് പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിനൊപ്പം ഇതിൻ്റെ ഒരു ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനും കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ ലാൻഡ് പർച്ചേസ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഇഷ്ടം പോലെ ലാൻഡ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട്, കാരണം നിങ്ങൾക്കറിയാമല്ലോ മജോറിറ്റി ഓഫ് പ്രവാസികൾ ഇവിടെയാണ്. നിങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ ഇൻഹെറിറ്റഡ് ലാൻഡും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ നാട്ടിൽ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ ഏക്കറുണ്ടാവും. അപ്പോൾ ഞാൻ ബേസിക്കലി കോട്ടയംകാരൻ, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാതെ കിടക്കപ്പെടുന്ന ലാൻഡിൽ മാത്രം നമുക്ക് ഈ പ്രോജക്റ്റ് വളരെ ഈസി ആയിട്ട് ടേക്ക് ഓഫ് ചെയ്യാം. അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു സയൻറ്റിഫിക് വേയിൽ ഈ പറയുന്ന മിക്സ് ഓഫ് ഹെർബൽസ്, ലീവ്സ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുവരുന്ന ഫ്രണ്ട് ആൻഡ് പ്രോഡക്റ്റിൽ ഒരു നീഷ് ബ്രാൻഡായിട്ട് കൊണ്ടുവരുമ്പോൾ വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്ക് ആരെയും കൺവിൻസ് ചെയ്യാനായിട്ട് അത് ഹെൽത്ത് ടൂറിസമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇത് ഒരു ബേസിക് ഐഡിയ ആയിട്ട് ഞാനിപ്പോൾ ഫോർവേഡ് ചെയ്തിരിക്കും. സോ നിങ്ങൾ ആർക്കെങ്കിലും അത് കൂടുതൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ഫോർദർ. സോ താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ലെവലിൽ അടുത്ത നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. താങ്ക് യു. താങ്ക് യു ജിനു. നമുക്ക് നമ്മുടെ ഗ്ലോബൽ ട്രഷറർ ശ്രീ സണ്ണി വെളിയത്തൂരിയുണ്ട്. ട്രഷററാണ്, ക്യാഷുമായിട്ട് കൂടുതൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ഹെൽത്ത് ടൂറിസത്തിൽ നമ്മുടെ ക്യാഷ് ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ശ്രീ സണ്ണി. എല്ലാവർക്കും നമസ്കാരം. വളരെ മനോഹരമായ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കേരള പിറവി ദിനത്തിൽ വീണ്ടും
ഇവിടെ വരുവാനും നിങ്ങളോടൊത്ത് സമയം ചെലവഴിക്കാനും കിട്ടുന്നതിൽ വളരെയധികം സന്തോഷം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ജോഷി പറഞ്ഞ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊന്നല്ല പറഞ്ഞത്. 26 വർഷം മുന്നേ ഹെൽത്ത് ടൂറിസത്തിൻ്റെ മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ സാധിക്കാതിരുന്ന സമയത്ത് വീനയിൽ നിന്നും കൊച്ചിയിലേക്ക് ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യാനുള്ള ഒരു പാക്കിംഗ് കിട്ടിയ വ്യക്തിയാണ് ഞാൻ. അതും മറ്റൊന്നുമായിരുന്നില്ല, ഗേറ്റ് വേ ടു ഗോഡ്സ് ഓൺ കൺട്രി എന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ ഹെൽത്ത് കെയറിലും ടൂറിസത്തിനും ഒരുപോലെ മെച്ചം വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ആ പദ്ധതി. പക്ഷെ നിർഭാഗ്യവശാൽ 11 ഫ്ലൈറ്റ് മാത്രം നടത്തുവാനാണ് അന്ന് ഞങ്ങൾക്ക് സാധിച്ചുള്ളൂ. നിർത്തേണ്ടി വന്നു. പിന്നീട് ഈ സംരംഭത്തിന് വേണ്ടി ഞാൻ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമുള്ള പ്രവാസികളുമായിട്ട് പല പ്രാവശ്യം ചർച്ച നടത്തി. ഇവൻ സ്വിറ്റ്സർലൻഡിലുള്ള വളരെ പ്രഗത്ഭരായ വ്യക്തികളോടും ഈ സംസാരമുണ്ടായി. ഇതുവരെ സാധിച്ചില്ല എന്നൊരു സങ്കടമുണ്ട്. എന്നാൽ ഈ ലക്ഷ്യം പിന്നീട് ഖത്തർ എയർവേസും എമിറേറ്റ്സും എല്ലാം മുതലെടുത്ത് കേരളത്തിലേക്ക് സൂറിച്ചിൽ നിന്നും വീനയിലേക്കും എല്ലാം ഫ്ലൈറ്റുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഭീമമായ സംഖ്യയാണ് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. ഇപ്പം ജോഷി പറഞ്ഞ പോലെ ഫൈനാൻഷ്യലായിട്ട് നമ്മൾ കണക്കൂട്ടിയാൽ അന്ന് എയർ കേരള സാധ്യമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് തുച്ഛമായ ചെലവിൽ കേരളത്തിൽ ഈ ടൂറിസം വളർത്തുവാനും ഹെൽത്ത് കെയർ ആയുർവേദമായാലും പിഴിച്ചിലായാലും ഒഴിച്ചിലായാലും വളരെ ഭംഗിയിൽ നടത്തുവാൻ സാധിക്കുമായിരുന്നു. ഇനിയും അതിനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് ഇവിടെ ഒരു ലേഡിയുണ്ട്. ലേഡീസ് ഫസ്റ്റ് എന്നാണ്, പക്ഷേ എല്ലാവർക്കും ചാൻസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ലേഡീസ് ശ്രീ തങ്കം അരവിന്ദ്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഫോർ USA. തങ്കം, ലേഡീസ് വ്യൂവിൽ എന്താണ് ഹെൽത്ത് ടൂറിസത്തെ കുറിച്ച് തങ്കത്തിന് പറയാം? താങ്ക് യു ജോഷി. ഇന്ന് കേരള പിറവിദിനമാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ടോപ്പിക്, അതായത് മെഡിക്കൽ ടൂറിസം കേരള, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വളരെ ഓപ്റ്റായിട്ടുള്ളൊരു തീമാണ്. അപ്പോൾ കേരളത്തിലത്തെ എനിക്ക് പറയാനുള്ളത്, ഈ ടൂറിസം എന്ന് പറയുമ്പോൾ അതിനെ 3 രീതിയിലാണ് കാണുന്നത്. ഒന്നാമത്, ടൂറിസം ഇറ്റ്സെൽഫ് നീഡ്സ് ടു ബി ഡെവലപ്ഡ് ഇൻ കേരള. കേരളത്തെ പോലെ ഒരു മനോഹരമായ ഒരു രാജ്യം വേറെ എവിടെയും തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും മനോഹരമായ ഒരു രാജ്യത്തിന് എത്രമാത്രമാണ് ടൂറിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഈ വയനാട് ആ സൈഡൊക്കെ നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. സോ ഇത് ഒരു നല്ല ഒരു എക്കണോമിക്കലി നമ്മളെ കേരള ഗവൺമെൻറ്റിൽ തന്നെ നല്ല ഒരു എക്കണോമിക് അപ്ലിഫ്റ്റ് കൊണ്ടുവരുന്ന ഒരു രാജ്യമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ രീതിയിൽ ഇപ്പോൾ ഏകദേശം ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആയുർവേദിക്ക് നമ്മൾ ഒരു പരിധി വരെ ഈ ടൂറിസത്തിന് കൂടെ കമ്പൈൻ ആയിട്ടുണ്ട്. പക്ഷേ അലോപ്പതി കൂടി അതിലോട്ട് കുറേ അലോപ്പതി കയറിയാൽ ഹാൻഡ്സ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ അലോപ്പതി കൂടി ഇൻവോൾവ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു, ബിക്കോസ് ടൂറിസം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് കേരള ആയിരിക്കുമല്ലോ മനുഷ്യർ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻസും കൂടി ഉണ്ടാകും. അപ്പോൾ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, ഡോക്യുമെൻറ്റേഷൻ സിസ്റ്റംസ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിങ്ങിൻ്റെ അതിൻ്റെ പോലെ ഉള്ള ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വരെ അതിനെ ഒരു ശക്തിപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു സാറ്റിസ്ഫാക്ഷൻസ് ഓഫ് ദ കസ്റ്റമേഴ്സ് ആണ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി സക്സസ് എന്ന് പറയുന്നത്. അന്യരാജ്യത്തിൽ നിന്ന് വരുന്നു, മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്ന ഒരിടത്ത് പോകുന്നു, അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അവർ ഉദ്ദേശിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്കതിൻ്റേതായ വളർച്ചകൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പം എസ്പെഷ്യലി ഞാനൊരു നഴ്സിംഗ് മേഖലയിലാണ് വരുന്നത്. ഞാനൊരു കോളേജ് പ്രൊഫസറാണ് ന്യൂജേഴ്സിയിൽ. 30ഓളം വർഷം എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു ഫീൽഡിലാണ്. നമ്മൾ ആ ഒരു ഏരിയയിൽ നോക്കാൻ നേരത്തെ
ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മളുടെ US-ത്തെ ഒരു നഴ്സിംഗ് കൾച്ചറും അതുപോലെ നമ്മുടെ നാട്ടിലത്തെ ഒരു കൾച്ചറിനും എത്രമാത്രമാണ് അതിൻ്റെ ഡിഫറൻസ് ഉള്ളത്, വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് പോലെ വയ്ക്കുക. അറ്റ്ലീസ്റ്റ് യു ക്യാൻ കാൾ പീപ്പിൾ ഹു ട്രെയിൻ ഫ്രം ദെയർ ടു കം ടു ഇന്ത്യ ടു ട്രെയിൻ അവർ ഓൺ പീപ്പിൾ ടു മേക്ക് ഇറ്റ് ആസ് എ വെരി കോമ്പറ്റേറ്റീവ് ടു ടേക്ക് കെയർ ഓഫ് ദി ടൂറിസം ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് വളരെ സക്സസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ വലിയ വലിയ ചിന്തകൾ മാത്രമേ നോക്കുന്നുള്ളൂ, വലിയ ബിൽഡിങ്സും വലിയ വലിയ കാര്യങ്ങളും. പക്ഷേ ആ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ സസ്റ്റൈനബിലിറ്റി വിൽ ബി ദ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ക്യാൻ റിട്ടൈൻ ഇൻ ദി കേരള ടൂറിസം ആൻഡ് ഹെൽത്ത് ഫീൽഡ്. ദാറ്റ്സ് വാട്ട് മൈ ഒപ്പീനിയൻ ഈസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അടുത്തത് ബ്ലെസ്സൻ, നമ്മുടെ യുഎസിലെ റീജിയൻ WMC റീജിയൻ പ്രസിഡന്റാണ്. ബ്ലെസ്സൻ, പ്ലീസ്. താങ്ക് യു ജോർജ് ഭായ്. എല്ലാവർക്കും കൂടെ നമസ്കാരം. ഇത് വളരെ വലിയൊരു വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൽ കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതൽ ഞാനൊരു യൂസർ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വലിയ ഫാക്ടറാണ്. അതിൻ്റെ റീസൺ പറയാം. ഒന്ന്, ഇപ്പോൾ നമുക്കറിയാം കേരളം എന്ന ചെറിയൊരു സംസ്ഥാനം നമുക്ക് 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. ഇപ്പം നമ്മുടെ അങ്കമാലിക്ക് അടുത്തുള്ള എയർപോർട്ടിൽ നമ്മൾ നെടുമ്പാശ്ശേരി ഇറങ്ങിക്കഴിഞ്ഞാൽ കൊച്ചി പോലൊരു സിറ്റിയിലേക്ക് എത്തണമെങ്കിൽ എത്ര സമയം ഒരു പീക്ക് അവർ നമ്മൾ എടുക്കുന്നു. ഒരു പേഷ്യൻ്റ് ആംബുലൻസ് ഒരു സ്ഥലത്ത് നിന്ന് പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് എത്താനായിട്ട് എത്ര സമയം എടുക്കും? ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ US-ൽ ഞങ്ങളുടെ കൂടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു പയ്യനാണ്. അദ്ദേഹം വെക്കേഷൻ നാട്ടിൽ പോയത്, ജസ്റ്റ് 15 ദിവസത്തിന് പോയതാണ്. വോളിബോൾ കളിക്കുമ്പോൾ പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ, പാലയാണെന്നാണ്, പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടായി. അദ്ദേഹത്തെ ഫ്രണ്ട്സ് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന വഴിക്ക് ജാഥ, ട്രാഫിക് ബ്ലോക്ക്, കാർഡിയാക് അറസ്റ്റ് വന്നു, ആൾ മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയദോഷമല്ലോ, ഉറപ്പായിട്ടും അമേരിക്കയിലായിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെടുവാനില്ല. അപ്പം നമ്മൾ കേരളത്തിലെ മെഡിക്കൽ ടൂറിസത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യമേ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തെല്ലാം നമ്മൾ ആസ് എ പ്രൈവറ്റ് ഓർഗനൈസേഷൻ, ആസ് എ പ്രൈവറ്റ് ഫേം എന്തെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൊണ്ടുപോകുന്നാലും ഇൻ ടേംസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഒരു കോർപ്പറേഷൻ അവർ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ നമ്മൾ കൺവിൻസ് ചെയ്ത് നമ്മുടെ ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാത്തത്തോളം കാലം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ചാലഞ്ച്. പോയിന്റ് നമ്പർ 2, ഇപ്പം ഡോക്ടർ നമ്മുടെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ ഒരു വലിയ സ്കോപ്പ് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. അപ്പം ഇത്രയും മനോഹരമായ ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന നമുക്കെല്ലാം താല്പര്യമുണ്ട് റിട്ടയർ ആയിപ്പോയി താമസിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ചോദിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ എത്ര പേർക്കാനുള്ള ധൈര്യമുണ്ട്? നമുക്കറിയാം തിരിച്ച് നാട്ടിൽ ചെന്നാൽ ശരിയാണ്, നമ്മുടെ സ്വന്തം നാട് മണ്ണൊക്കെ റെഡിയാണ്, കറക്റ്റാണ്. പക്ഷേ നമ്മുടെ ഫിയർ എവിടെയാണെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ക്യാൻ വി ഗെറ്റ് പ്രോപ്പർ സപ്പോർട്ട്? ഏറ്റവും വലിയൊരു ഭീകരമായ ഒരവസ്ഥ ഇപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മളെ അസിസ്റ്റ് ചെയ്യാനെ കൊണ്ട് നമുക്ക് ഇന്ന് നാട്ടിൽ അസിസ്റ്റൻസിന് ഹാൻഡ്സ് ഇല്ല, ഹെൽപ്പിംഗ് ഹാൻഡ്സ് അവിടെ ഇല്ല. ഞാൻ അമേരിക്കയിൽ അസിസ്റ്റഡ് ലിവിംഗ് റൺ ചെയ്ത ഒരാളാണ്, സ്വന്തമായിട്ട് അസിസ്റ്റഡ് ലിവിംഗ് ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു ഏറ്റവും ബെയർ മിനിമം കോസ്റ്റ് ഒരാൾക്ക് ഒരു മാസം വരുന്ന ഫീസ് എന്ന് പറയുന്നത് $6,000 to $7,000 ആണ്. നമുക്ക് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഒരു 2 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് രാജകീയമായിട്ട് നമുക്ക് ജീവിക്കാം, ശരിയാണ്. പക്ഷേ ഈ സ്റ്റിൽ ദ ക്വസ്റ്റൻ ഇസ് ക്യാൻ ബി, നമുക്കതിനുള്ള കറേജ് ഉണ്ടോ എന്നുള്ള വലിയ ചോദ്യം തന്നെയാണ്. അപ്പം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ് സൈഡിൽ നോക്കുമ്പോൾ ഒരുപാടുണ്ട്, സംസ്ഥാനത്തിൽ ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ എത്രത്തോളം നമുക്ക് അതിനെ എക്സ്ട്രീമിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യമാണെങ്കിൽ, കാരണം എല്ലാം നിയന്ത്രിക്കുന്നത് റെഡ് ടേപ്സ് ആണ്. അവിടെ നിന്ന് വേണം ആദ്യം നമ്മൾ തുടങ്ങാനായിട്ട്. ഇനി അടുത്ത സെഷനിൽ ബാക്കി കണ്ടുപിടിക്കും. താങ്ക് യു ബ്ലെസ്സൻ. ഒരു വ്യത്യസ്ത ചിന്ത നല്ലതായിരുന്നു. നമ്മുടെ സുധീർ സുബ്രഹ്മണ്യം, മിഡിൽ ഈസ്റ്റ് റീജിയൻ പ്രസിഡന്റാണ് കണ്ണൂർ കൗൺസിലിൻ്റെ. സുധീർ, യു ഹാവ് ഓൾസോ സംടൈംസ് സം ഡിഫറെൻ്റ് ഐഡിയാസ്. താങ്ക് യു ജോഷി. ഇവിടെ ഈ പാനലിലിരിക്കുന്ന ആളുകളിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറച്ച് ഈ മെഡിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും ഞാൻ. എൻ്റെ പ്രൊഫഷൻ IT ആണ്. അപ്പോൾ IT യിൽ തുടങ്ങാം. അതായത് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്
അതിന് വലിയ സാധ്യതകൾ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയതാണ് മെഡിക്കൽ ഡൊമൈൻ. ആ ഡൊമൈനിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ബൈ 2040 ഒരാൾക്ക് ആരോഗ്യകരമായിട്ട് ആ 2040 അയാൾ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 100 വയസ്സിലധികം ജീവിക്കാം എന്നാണ് ഇന്നത്തെ, അത് AI-ന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, മെഡിക്കലി, അതായത് ഇന്ന് റോബോട്ടിക് സർജറി പിന്നെ അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പറയുന്ന ഒരു കാര്യം. നേരത്തെ 60 വയസ്സുണ്ടായിരുന്നത്, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അച്ഛനോട് ഞാൻ ചോദിക്കുമായിരുന്നു ഒരാൾ എത്ര വയസ്സ് വരെ ജീവിക്കും. അപ്പോൾ ആവറേജ് ലൈഫ് സ്പാൻ 60 വർഷമായിരുന്നു, 60 വയസ്സ്. 2040 ഈ അവസ്ഥ, അതായത് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ഒരാൾക്ക് അന്നത്തെ ടെക്നോളജി വെച്ച് ഏറ്റവും ഈസി ആയിട്ട് ഒരു ആക്സിഡന്റൽ ഡെത്തോ മറ്റുള്ളതോ അല്ലെങ്കിൽ അയാൾക്ക് 100 വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇന്നത്തെ മെഡിക്കൽ റെവല്യൂഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അതായത് കേരളത്തിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ മെഡിക്കൽ ടൂറിസം. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്. UAE-യിൽ ഏതൊരു ക്ലിനിക്കിലും ഏതൊരു ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സിനെ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ അതുപോലെ അവരുടെ വെബ് പോർട്ടലിലോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ സെർച്ച് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും മറ്റുള്ള രാജ്യക്കാർ സെലക്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഡോക്ടേഴ്സാണ്. ആ ഇന്ത്യൻ ഡോക്ടേഴ്സിന് അവിടെ ഒരു വലിയൊരു റെക്കഗ്നിഷൻ ഉണ്ട്, അത് വേൾഡ് വൈഡും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പലപ്പോഴും നമ്മൾ ഈ ഒരു മെഡിക്കൽ ടൂറിസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കോസ്റ്റ് കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ 15% കുറവാണ്, 20% കുറവാണ് എന്ന് പറയുന്നതിനുപരി നമ്മൾ ഇവിടെ ഡോക്ടർ അരുൺ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഹോളിസ്റ്റിക് വെൽനെസ് എന്ന് പറയുന്ന ഒരു ആശയം. അതിൽ രണ്ടെണ്ണം വിട്ടുപോയത്, ഒന്ന് പ്രകൃതി ചികിത്സയും പിന്നെ ഒന്ന് യോഗയുമാണ്. യോഗ 5000 വർഷം പഴക്കമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. അത് യോഗ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസസ്. അതും ഈ ആയുർവേദവും പ്രകൃതി ചികിത്സയും എല്ലാം കൂടിയിട്ടാണ് ഈ ഹോളിസ്റ്റിക് വെൽനസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. എന്തായാലും ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, 1-2 പോയിന്റ് കൂടി ഞാൻ പറയാം. നമ്മൾ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറെ പറ്റി പറയുമ്പോൾ ഇന്ന് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നത് ക്ലീൻ കേരള എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് ഇന്ന് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളത് എന്ന് തോന്നുന്നു. കാരണം നമ്മൾ വലിയ ഹൈവേയിൽ നമ്മൾ ബ്ലസൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കോ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് എത്ര റെസ്റ്റ് റൂംസ് അവൈലബിൾ ആണ് എന്നുള്ളത് ഇന്നൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ കഴിഞ്ഞ സാറ്റർഡേ ഏഷ്യാനെറ്റ് നടത്തിയ ഒരു ഗ്ലോബൽ ബിസിനസ് മീറ്റിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ടായി. അന്ന് വിഷ്ണുരാജ് എന്ന് പറയുന്ന IAS ഓഫീസർ, നമ്മുടെ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിൻ്റെ ചെയർമാനാണ് കേരള ഗവൺമെൻറ്റിൻ്റെ, പുള്ളിയോട് ഈ ഒരു കാര്യം സംസാരിച്ചപ്പോൾ ഇതിൻ്റെ എല്ലാം ഇനീഷ്യേഷൻ, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് പുള്ളിയുടെ അടുത്ത് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ ട്രേഡ് യൂണിയൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കേരളത്തെ താഴ്ത്തി പറയുമ്പോഴും രാജ്യത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും അതുപോലെ ഈവൻ അമേരിക്കയിൽ, എനിക്കറിയില്ല ബ്ലസനും അതുപോലെ മുട്ടകലച്ചാനൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, ചില സ്ഥലങ്ങളിൽ ചില സ്ഥാപനങ്ങളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ കാണാം. ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്തിനാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ? നമുക്കൊക്കെ പ്രസ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. 12ലേക്ക് പോകണമെങ്കിൽ 12 ഞെക്കണം, ബേസ്മെന്റിലേക്ക് പോകണമെങ്കിൽ B1 ഞെക്കണം. പക്ഷേ അവരൊരു വലിയ ട്രേഡ് യൂണിയന്റെ ആളുകളാണ്. അവരെ പിരിച്ചുവിടാൻ പറ്റില്ല. അവരുടെ ജോലി ആ ലിഫ്റ്റ് ഓപ്പറേഷനാണ്. അത് ആ കമ്പനിക്ക് അവരുടെ ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ കുറച്ചുകൂടി നമ്മൾ ആളുകളുടെ മുന്നിൽ പേടി ഇല്ലാത്ത രീതിയിലുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നിർത്താം. നമ്മുടെ മാധവൻ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ പഴയ ഡയറക്ടർ MD, പുള്ളിക്കാരൻ പറഞ്ഞത് കേരളത്തിൽ ഒരു ലോഡ് കല്ലിറക്കാനുള്ളതിൻ്റെ
6ാമത്തെ ഫ്ലോറിൽ നിന്ന് അയാളുടെ TV താഴത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ കേരളത്തിൽ ട്രേഡ് യൂണിയനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളെയും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തി സംസാരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ സമയമെടുക്കുന്നില്ല. ഓവർ ടു ജോഷി. താങ്ക് യു. താങ്ക് യു സുധീർ. കറക്റ്റ് 1 അവർ. ഈ ഒരു പാനൽ ചർച്ച നമ്മളിവിടെ വേണമെന്ന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആഗ്രഹം പഠിച്ചപ്പോൾ ഏറ്റവും അതിനൊരു താല്പര്യം കാണിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ അരുൺ. അപ്പോൾ ഡോക്ടർ അരുൺ ഇത് കൺക്ലൂഡ് ചെയ്യാവുന്ന രീതിയിൽ ലാസ്റ്റ് ഒരു 2 വാക്കുകൾ പറഞ്ഞ് നമുക്ക് നിർത്താം. അത് കഴിഞ്ഞ് നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും സോറി. നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. അപ്പം എത്രയും നേരം നമ്മൾ കേട്ടത് വേർഡ്സ് ഓഫ് വിസ്റ്റം. പല പല ഫീൽഡിലുള്ള ആൾക്കാർ മെഡിക്കൽ ടൂറിസ്റ്റിനെ കാണുന്ന രീതിയാണ്. എല്ലാവരും എല്ലാം വളരെ വളരെ നല്ല ടൂറിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ മെഡിക്കൽ ടൂറിസ്റ്റുള്ള പൊട്ടൻഷ്യൽ കേരളത്തിലുണ്ട്. അതിനുള്ള ആ ഒരു രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കേരളത്തിൽ ഉണ്ടാവും. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് ജസ്റ്റ് 3 പോയിന്റ് പറയാം. അതായത് ഇതിലെ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് അത് ഓൾറെഡി പറഞ്ഞാണ്. ജസ്റ്റ് സമ്മപ്പ് ചെയ്ത് പറയാം. എൻ്റെ ഫസ്റ്റ് ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഡിക്കൽ ടൂറിസത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് എപ്പോഴും ഒരു കമ്പൈൻഡ് രീതിയിൽ അതിൻ്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആണെങ്കിലും ആയുർവേദമാണെങ്കിലും പ്രകൃതി ചികിത്സയാണെങ്കിലും യോഗയാണെങ്കിലും മറ്റേ ഹോമിയോയാണെങ്കിലും എന്തായാലും അതിൻ്റെ ഒരു പ്രോപ്പർ സിസ്റ്റം കറക്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. സിൻക്രൈസ് ചെയ്യണം. ഇപ്പോഴത്തെ സിസ്റ്റം അതിനകത്ത് സിൻക്രൈസ് ഇല്ല. എല്ലാം ഇൻഡിപെൻഡൻറ്റ് ബോഡീസായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സും ഡിഫറൻസ് ഒപ്പീനിയനൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ചാലഞ്ച്. രണ്ടാമത് സാർമാരൊക്കെ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അത് നല്ല റോഡും ബിൽഡിങ്ങും മാത്രമല്ല, ബേസിക് നെസസിറ്റി, അതായത് റെസ്റ്റോറൂം, ക്ലീൻലിനെസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് കേരളത്തിലെ ഒരു ടൂറിസ്റ്റുകൾ കാണുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് കേരളം കൊണ്ടുവരണം. പിന്നെ മൂന്നാമത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും ഡെഫിനറ്റ്ലി കേരളത്തിൽ തന്നെ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ കൂടും അല്ലേ? ഡെഫിനറ്റ്ലി അത് ബേസിക്കലി ഫോറിനേഴ്സിനെ ചെയ്യുമ്പോൾ അത്ര ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ കെയർ നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ ആ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയറും കൂടും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട അവിടെ കേരളത്തിൽ ജീവിക്കുന്ന സാധാരണ ആൾക്കാരെയാണ്. അവർക്ക് ഇത് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പം അതിന് ഉള്ള സിസ്റ്റം ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവരണം. നല്ല എല്ലാവർക്കും നല്ല കമ്പൾസറി ആയിട്ടുള്ള ഗവൺമെൻറ് സ്പോൺസേഡ് മെഡിക്കൽ ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ 3 ചലഞ്ചസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം മെഡിക്കൽ ടൂറിസം വരാം. ഡെഫിനറ്റ്ലി കേരളത്തിന് വേൾഡിലെ ഒരു മെഡിക്കൽ മാപ്പിൽ ഒരു സ്ഥാനമുണ്ട്. അതിന് നമ്മളെല്ലാവരും പ്രയത്നിച്ചാൽ നമുക്ക് ഉടനെ തന്നെ ഇത് 5 to 10 years തന്നെ നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ആർക്കെങ്കിലും പെട്ടെന്ന് 2 വാക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം, എനിക്ക് 1.5 ലക്ഷത്തോളം മെഡിക്കൽ ആൾക്കാർ റിക്രൂട്ട്മെൻറ്റ് ചെയ്തൊരു കമ്പനി എന്ന നിലയ്ക്ക് ഞാൻ എല്ലാ എക്സിബിഷനിൽ പോകാറുണ്ട്. ദുബായ് ഹെൽത്തൊക്കെ പോലെയുള്ള എല്ലാ എക്സിബിഷനിൽ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഈ പ്രൊഡക്റ്റും കേരളത്തിൻ്റെ മുഴുവൻ സാഹചര്യം വെച്ച് നമ്മൾ കേരള ഹെൽത്ത് എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ ഇൻഷുറൻസ് സെക്ടറിലുള്ള കാര്യങ്ങളൊക്കെ അത് കുറച്ചും കൂടി നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു വലിയ കാര്യം നമ്മളിപ്പോൾ JCI അല്ലെങ്കിൽ NIVH അല്ലെങ്കിൽ കനാഡിയനൊക്കെ പോലുള്ള ആക്രഡൈസേഷൻ സിസ്റ്റം നന്നായിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പം കുറച്ചും കൂടി നമുക്ക് ലോകത്തിൻ്റെ മാപ്പിൽ കേരള ഹെൽത്ത് മാപ്പിൽ അടയാളപ്പെടുത്താൻ കഴിയും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഇവിടെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ, നല്ല തോട്ട്സുകൾ എല്ലാം കേട്ടു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സ്റ്റേജിൽ ഇരുന്ന് കണക്ട് ചെയ്യാൻ സാധിച്ചു. നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ സാധിച്ചു. ഭാവിയിൽ നമ്മുടെ കേരളത്തിൽ നല്ലൊരു ഹെൽത്ത് ടൂറിസം വളർന്നു വരുന്നതിനായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം, ഒന്നിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കാം. നല്ലൊരു കേരളം ഇന്ന് ഈ കേരളപ്രതി ദിനത്തിൽ നല്ലൊരു കേരളം ഭാവിയിൽ നമുക്കുണ്ടാകുന്നതിനും കേരളത്തിലുണ്ടാകുന്നതിനും വേണ്ടി നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം. എല്ലാവർക്കും നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ അത് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.